ആ ക്രെഡിറ്റ് കൃത്യമായി യു ഡി എഫിൽ നിൽക്കുകയും പി വി അൻവർ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു. എൽ ഡി എഫിന്റെ വോട്ട് പിടിക്കുന്നുണ്ട് പി വി അൻവർ. എന്നാൽ കൃത്യമായ കണക്കുകൾ മാത്രമേ അതറിയാൻ കഴിയൂ. വിപിൻ സി വിജയൻ സ്കാൻ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. വിപിൻ, എന്തായാലും വോട്ടെണ്ണൽ പൂർത്തിയായോ? 11,442 എന്ന ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ ലോക്ക് ചെയ്യാവോ? അശ്മി, ഇപ്പോൾ ഓരോ പഞ്ചായത്ത് തിരിച്ചുള്ളത് ലഭിച്ചിരിക്കുന്നു. വഴിക്കടവിൽ 1829 വോട്ടിന്റെ ലീഡാണ് UDF-ന് ലഭിച്ചത്. മൂത്തേടത്ത് 2067 വോട്ടിന്റെ ലീഡ്, എടക്കരയിൽ 1170, പോത്തുകല്ലിൽ 307 വോട്ടിന്റെ ലീഡ്, ചുങ്കത്തറയിൽ 1287 വോട്ടിന്റെ ലീഡ്, നിലമ്പൂർ നഗരസഭയിൽ 3967 റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് തന്നെ പറയാവുന്ന നിലയിൽ നിലമ്പൂർ നഗരസഭയിൽ 3967 വോട്ടിന്റെ ലീഡ്. കരുളായി LDF-നൊപ്പം നിന്നു. കരുളായിൽ 118 വോട്ടിന്റെ ലീഡ് LDF-നാണ്. അമരമ്പലത്ത് 704 വോട്ടിന് UDF. LDF-ന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന അമരമ്പലത്ത് 704 വോട്ടിന് UDF മുന്നിൽ നിന്നു. ഇതാണ് ഒരു നഗരസഭയും 6 പഞ്ചായത്തുകളും UDF-നൊപ്പം നിന്നപ്പോൾ കരുളായി ഇപ്രാവശ്യവും LDF-നെ കൈവിട്ടില്ല. 118 വോട്ടിന് അവിടെ മാത്രം LDF ലീഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരങ്ങളുള്ളത്. BJP 200 വോട്ടുകൾ വർദ്ധിപ്പിച്ച് അവരുടെ കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള 8500 വോട്ട് എന്നുള്ളത് 8700 വോട്ടാക്കി അത് തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഒപ്പം PV അൻവർ 20,000-ഓളം വോട്ടുകൾ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ കാണിക്കുന്നത്. ഒപ്പം കരുളായി മാത്രമുള്ള LDF അമരമ്പലം 74 വോട്ടിന് UDF ലീഡ് ചെയ്യുമ്പോൾ കരുളായി 118 വോട്ടിന് LDF ലീഡ് ചെയ്യുന്നു. അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ വിപിൻ. അതായത് കരുളായിൽ മാത്രം ഒതുങ്ങിപ്പോയി ഇത്തവണ LDF. അവരുടെ ശക്തി ദുർഗമായ അല്ലെങ്കിൽ ഈ പറയുന്ന പൊന്നാവരം കോട്ടയം എന്നൊക്കെ പറയുന്ന അമരമ്പലം പോലും വീണു അല്ലേ? തീർച്ചയായും കണക്കുകൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അമരമ്പലത്ത് 704 വോട്ടുകൾക്ക് UDF മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് 19 റൗണ്ട് എണ്ണിയപ്പോൾ 3 റൗണ്ടിൽ മാത്രമാണ് M സ്വരാജിന് അല്പമെങ്കിലും ഒരു ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതും 300-ൽ താഴെ മാത്രമായിരുന്നു. 9ാമത്തെ റൗണ്ട്, 16ാമത്തെ റൗണ്ട്, 18ാമത്തെ റൗണ്ട്, ഇങ്ങനെ 3 റൗണ്ടിലായിരുന്നു. അതിൽ 18ാമത്തെ റൗണ്ട് അമരമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്നതാണ്. ആ പഞ്ചായത്തിൽ മാത്രമാണ് അല്പമെങ്കിലും ഈ 3 റൗണ്ടിൽ മാത്രമാണ് ചെറിയ നേരിയ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. UDF-ന് ആദ്യം മുതലുണ്ടായിരുന്ന 1ാമത്തെ റൗണ്ട് തണ്ണിക്കടവിൽ എണ്ണുമ്പോൾ മുതലുണ്ടായിരുന്ന ലീഡ് അവസാന 19ാമത്തെ റൗണ്ട് എത്തുന്നതുവരെ നിലനിർത്താൻ സാധിച്ചിരിക്കുന്നു. ഒരു വലിയ തേരോട്ടം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് ആദ്യത്തെ റൗണ്ടിൽ വഴിക്കടവിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. പക്ഷേ പ്രധാനപ്പെട്ട, അതായത് അമരമ്പലവും കരുളായും ഒക്കെ എണ്ണുമ്പോൾ, നിലമ്പൂർ നഗരസഭ എണ്ണുമ്പോൾ കൂടെ നിൽക്കുമെന്നുള്ളതായിരുന്നു LDF-ന്റെ പ്രതീക്ഷ. പക്ഷെ അത് കൈവിട്ടിരിക്കുന്നു. നഗരസഭയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് അവിടെ 4000-ഓളം വോട്ട് ഭൂരിപക്ഷം UDF-ന് സമ്മാനിച്ചിരിക്കുന്നു. നിലമ്പൂർ നഗരസഭയ്ക്ക് അകത്താണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വീട് അടക്കമുള്ളത്. അത് ഇപ്രാവശ്യം UDF-ന് സഹായമായി നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും PV അൻവർ ചോർത്തി ചെയ്ത് PV അൻവറിലേക്ക് പോയത് LDF-ന്റെ വോട്ടുകളാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. എക്സാക്ട്ലി അത് തന്നെയാണ് കാര്യം. പോത്തുകല്ലിൽ 307 വോട്ടിന് അവിടെ UDF ലീഡ് ചെയ്യുന്നു. ചുങ്കത്തറയിൽ 1287 വോട്ട്, നിലമ്പൂർ 3697 വോട്ട്, കരുളായിൽ മാത്രമാണ്, അതും 118 വോട്ടിന് കേവല ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDF കരുളായി ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. അതേസമയം അമരമ്പലം എന്ന് പറയുന്ന ഈ കരുളായി അമരമ്പലം അറിയപ്പെടുന്നത് നിലമ്പൂരിന്റെ മോസ്കോ എന്നുള്ളതാണ്. ചുവന്ന മണ്ണാണ്. ആ ചുവന്ന മണ്ണായ അമരമ്പലത്ത് പോലും 704 വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു. UDF നേതാക്കൾ അല്പസമയത്തിന്റെ മാധ്യമങ്ങൾ ഞാൻ ഉറപ്പായും ഒരു കാര്യം പറയും. ഈ ഭരണവിരുദ്ധ വികാരം നിർണ്ണയിച്ച വിഷയങ്ങളിൽ SK നീ പറയുന്ന എല്ലാ പഞ്ചായത്തുകളും നഗരസഭയും അവിടെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ആ വനമേഖലയിലെ പ്രശ്നം അവിടെ വളരെ സജീവമായി ചർച്ചയായെന്ന് മാത്രമല്ല, അത് UDF കൃത്യമായി ഈ പറഞ്ഞ കണക്ക് വെച്ച് അവതരിപ്പിച്ച് ഓരോ വീട് കയറിയുള്ള പ്രചരണം അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ആ മേഖലയിലൊക്കെ ഈ പറയുന്ന വിഷയം ഇമോഷണലായി നിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല പലപ്പോഴും വനമന്ത്രിയുടെ പ്രതികരണം അടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയായി. വെള്ളക്കെട്ട സംഭവത്തിന് ശേഷം ഇക്കാര്യങ്ങളൊക്കെ സജീവമായി ചർച്ചയാവുകയും അത് വോട്ടാവുകയും ചെയ്തു. അത് തന്നെ PV അൻവർ പറയുകയും ചെയ്തു. PV അൻവർ അത് പറഞ്ഞതിന്റെ ഒരു ഫലം കൂടിയാണ് 20,000 PV അൻവറിന്റെ വോട്ട്. അതുകൊണ്ട് ഇത് ആന്റി ഇൻകംബൻസി ആണ് അല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. അതാ അയ്യോ ചാണ്ടിയെ എടുത്ത് കിടത്തിക്കൊണ്ട് പോവാ. ചാണ്ടിയെ എടുത്ത് ഉയർത്തല്ലേ, ചാണ്ടിയെ എടുത്ത് കിടത്തിക്കൊണ്ട് പോവാ. ചാണ്ടിയെ കിടത്തി. UDF-ന്റെ ആവേശം അലതല്ലുന്നു. ചാണ്ടി ഉമ്മനെ കിടത്തിക്കൊണ്ടുപോകുന്ന UDF പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. 3000 വീട്ടിൽ നേരിട്ട് കയറി, അതും ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ അങ്ങനെ വീടുകൾ തോടും കയറി നേരിട്ട് വോട്ട് ചോദിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ചാണ്ടി ഉമ്മന്റെ ഈ ഓട്ടമാണ് അതിലൊരു പ്രധാന ഘടകം. ഒരു വീട്ടിൽ നിന്ന് ഓടി കയറി വേറൊരു വീട്ടിലോട്ട് ഓടി ഇറങ്ങി
അതെന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കളും വീട് കയറുന്നതിനായിരുന്നു. ചാണ്ടി ഓടിക്കേറുന്നു എല്ലാവരും, അല്ല വണ്ടിയിലൊക്കെ ഞാൻ പറഞ്ഞ എല്ലാ നേതാക്കളും നമ്മളവിടെ പോകുമ്പോൾ മറ്റു യുവ നേതാക്കളെക്കാട്ടിൽ അവിടെ ആ മട്ടില് വളരെ ഗ്രൗണ്ടില് എന്ന് വെച്ചാൽ നമ്മൾ ചാണ്ടി ഉമ്മനെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ചിത്രത്തിൽ കാണുന്നത് പ്രചാരണം തീരുന്ന കലാശക്കൊട്ടിൻ എന്നാണ് ചാണ്ടി ഉമ്മനെ നമ്മൾ ലൈവിൽ കാണുന്നത്. അത്രയും ദിവസങ്ങളിൽ താഴെത്തട്ടി പ്രവർത്തിക്കുകയാണ്. ബാക്കിയുള്ളവരെ ഡെയിലി മാധ്യമങ്ങൾക്ക് മുന്നിലും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ രാഹുൽ ഒക്കെ നമ്മൾ ഡെയിലി കാണുകയാണ്. പക്ഷെ ചാണ്ടി ഉമ്മൻ വീടുകൾ തോറും കയറി നിശബ്ദ പ്രചരണം നടത്തുകയാണ്. ഞാൻ അവിടെ പോയ ആളാണ്, ഞാൻ നിലമ്പൂർ പോയ ആളാണ്. നമ്മളവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എല്ലാ നേതാക്കളും എന്താണ് LDF-നെ UDF-നെ കഷ്ടപ്പെട്ട് വീട് കയറുന്നത് അത് കണ്ടത് തന്നെയാണ്. ഇന്ന നേതാവ് മാത്രം കയറി എന്ന് പറയുന്നതിനോട് എനിക്കറിയില്ല അതെങ്ങനെയാണെന്നുള്ള കാര്യം. എല്ലാ നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നതാണ്. ഊഹിക്കാനുള്ള കൊതി, സ്പെക്കുലേഷൻ. അല്ലല്ല, ഇത് കണക്കാ. മൂവായിരം വീട്ടിൽ കടന്നാൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായി കോൺഗ്രസ് 3000 വീട്ടിൽ എല്ലാവർക്കും ഉള്ളതാണ്. UDF പറഞ്ഞ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ്. ആ രാഷ്ട്രീയം ജനങ്ങൾ കേട്ടതിന് അംഗീകാരമാണ്. ഏറ്റവും നമ്മൾ സംസാരിച്ച ഒട്ടുമിക്ക എല്ലാ മനുഷ്യരും പറഞ്ഞത് ഈ വന്യജീവി പ്രശ്നമാണ്. ഇനിയെങ്കിലും ആ വന്യജീവി പ്രശ്നത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതിന്റെ ശാസനയാണ്, വാണിംഗ് ആണ്, താക്കീതാണ് ഈ വോട്ടെന്ന ഉറപ്പാണ്. കാര്യം ആ മേഖല അത്രത്തോളം അനുഭവിക്കുന്ന പ്രശ്നമാണ്. അതവരുടെ പ്രാണഭയത്തിന്റെ പ്രശ്നമാണ്. അങ്ങേയറ്റം ദയനീയമായി ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുടെ പ്രതികരണം നേരിട്ട് കേട്ടതാണ്. അതിനവർ കൊടുക്കുന്ന ഒരു ഇലക്ട്രൽ ഷോക്കാണ് ഇതെന്ന് ഉറപ്പായും പറയാം. അത് സ്വരാജിനുള്ള ഷോക്ക് അല്ലെന്നും പറയാം. അത് ഈ സർക്കാരിനുള്ള ഷോക്കാണ്. അത് സർക്കാർ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന്. എന്തായാലും 1 മണിക്ക് MP ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോദ്യമായും ഉത്തരമായൊക്കെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വീണ്ടും ഒരു ആര്യാടൻ സാഗ ബാക്ക് ടു നിലമ്പൂർ എന്ന് ഉറപ്പായും പറയാം. എന്തായാലും ഒരു തവണ പരാജയപ്പെട്ടു, അടുത്ത തവണ വിജയത്തിന്റെ വെന്റി കൂടി പറിച്ചു. വളരെ സന്തോഷകരമായ ആഹ്ലാദം പകരുന്ന കാഴ്ചയാണ് നിലമ്പൂർ UDF പ്രവർത്തകർക്കുണ്ടായത്. നിലമ്പൂരിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള UDF പ്രവർത്തകർക്ക് ആശ്വാസവും ആവേശവും പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിരിക്കുന്നത്. 76,493 വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. അദ്ദേഹം 11,432 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. ഈ അവസരത്തിൽ നമുക്ക് അല്പസമയത്തിനകം നമ്മളുടെ പ്രധാന വാർത്തകൾ ആരംഭിക്കും. ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ കടുത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ വരുന്നു പശ്ചിമേഷ്യയിൽ നിന്ന്. അതേപോലെ VS അച്യുതാനന്ദനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രോഗനില എങ്ങനെയാണെന്നറിയാൻ അടുത്ത വാർത്താ ബുള്ളറ്റിൽ നമ്മൾ വിവരങ്ങൾ നൽകും. MP ഗോവിന്ദൻ മാസ്റ്റർ അല്ലേ അതേ കാണുന്നു. മാത്രമല്ല MP ഗോവിന്ദൻ ഒരു മണിക്ക് MP ഗോവിന്ദൻ 1 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വാർത്താ സമ്മേളനം നിലമ്പൂർ നടക്കുന്നുണ്ട്. AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വാർത്താ സമ്മേളനം നടക്കുകയാണ് അവിടെ. നിലമ്പൂർ ജനതയ്ക്ക് UDF നന്ദി എന്ന് പറയുകയാണ്. വലിയ ഭൂരിപക്ഷം നന്ദി എന്ന് പറയുകയാണ്. AP അനിൽകുമാർ നേതൃത്വത്തിലാണ് അവിടെ വാർത്താ സമ്മേളനം. അവിടെ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള വാർത്താ സമ്മേളനത്തിലുണ്ട്. VS ജോയി.